ഹലോ, പുലർച്ചെ 2:45. എവിടെ പോവുകയാണെന്നല്ലേ? ഇന്നൊരു ട്രിപ്പുണ്ട്. വേറെ അങ്ങോട്ടുമല്ല, യാതൊരുൻ്റെ വണ്ടിയായിട്ട് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ കാടാമ്പുഴക്കാണ്. ഈ സമയത്ത് മഴ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. പോകുന്ന വഴിക്ക് ഞങ്ങൾ അന്നശ്ശേരിയുടെ നേരം വെളുക്കാനാവുന്നതിന് മുമ്പുള്ളൊരു സുന്ദരമായ കാഴ്ച കാണിച്ചതെന്ന് വിചാരിച്ചു. എന്ത് ശാന്തമായിട്ടാണോ ഞാൻ അന്നശ്ശേരി ഉറങ്ങുന്നത്. അങ്ങനെ വണ്ടിയുടെ അടുത്തെത്തി. വണ്ടി പാപ്പൻ്റെ വീട്ടിലാട്ടോ വെക്കുന്നത്. സ്ഥിരം അവിടെ അല്ല, സ്ഥിരം വേറെ വീട്ടിൽ വെക്കുന്നത്. പോകാനുള്ളത് കൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചതാണ്. അങ്ങനെ ഡോറ് തുറന്നു. അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് എൻ്റെ തറവാട് ക്ഷേത്രമായ കരിങ്ങറ്റിയിൽ ശ്രീ ഭഗവതി മുമ്പിൽ വെച്ചിട്ട് ഞാൻ അമ്മേനോടൊന്ന് അനുവാദം വാങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്, ഒരാപത്തുമില്ലാണ്ട് തിരിച്ച് കൊണ്ടുവരണേ. അതിപ്പോൾ എവിടെയൊന്നുമല്ല കേട്ടോ, ഞാൻ എവിടെ പോവുകയാണെങ്കിലും അമ്മേനോട് അനുഗ്രഹമായിട്ടാണ് പോകാറ്. അങ്ങനെ സ്ഥലത്തെത്തി. വേറെ ഒരു കമ്പനിക്കാരൻ തന്നെയാണ്, പ്രേംജിത്ത് എന്നാണ് പേര്. ഞങ്ങളവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ പക്ഷേ എണ്ണ കുറവുണ്ട്. എണ്ണ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറ്റി അത്യാവശ്യത്തിന് ഡീസൽ അടിച്ചു. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് ചേട്ടൻ ഉറങ്ങുകയായിരുന്നു. ഞങ്ങൾ വിളിച്ചെണിപ്പിച്ചിട്ടൊക്കെയാണ് എണ്ണ അടിക്കുന്നത്. അങ്ങനെ വീണ്ടും ഡീസൽ അടിച്ച് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ നമ്മുടെ കോഴിക്കോട് അതിർത്തി കഴിഞ്ഞതോടെ പൊരിഞ്ഞ മഴ, മുന്നോട്ട് കണ്ണ് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള മഴയാണ്. മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരം വെളുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു മീൻ വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് കണ്ട്. ഉറങ്ങിപ്പോയതായിരിക്കും. അത്യാവശ്യം പരിക്കുകളൊന്നുമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂർ ഇങ്ങനെ ഒരു രീതിയിൽ, ഒരാളില്ലാത്ത രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. നല്ല രീതിയിൽ ദർശനം കിട്ടി. വീഡിയോ എടുക്കാനും എല്ലാത്തിനും നല്ലൊരു സമയമായിട്ട് ഒത്തു കിട്ടി. അങ്ങനെ കുറേ നേരം അവിടെ നിന്നപ്പോൾ ആൽമരത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അമ്മയുടെ കോവിലും ശ്രീകോവിലും ഒക്കെ ഒന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ആരും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. വീഡിയോ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ആൾക്കാർ വഴിപാടായിട്ടും വാളും ഓരോരോ വഴിപാടായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അമ്മയുടെ ഉത്സവ നാളിലാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഒന്നും മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ഇവിടെ എന്തെന്ന് അറിയില്ല, ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി അമ്മേൻ്റെ മണ്ണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വണ്ടീൻ്റെ അടുത്ത് വന്ന്. വണ്ടീൻ്റെ കോലം കണ്ടോ? ഇന്നലെ കഴുകി വൃത്തിയാക്കിയ വണ്ടിയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആകെ മഴയത്ത് ഫുള്ള് വണ്ടീൻ്റെ മുകളിൽ നല്ല ചേറും പൊടിയൊക്കെ പാറി ആകെ നാശമായി. അങ്ങനെ അവിടെയുള്ള കുറച്ച് സ്റ്റാളുകാരടുത്ത് പോയിട്ട് സ്റ്റാളിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി. നല്ല അത്യാവശ്യം കുറച്ച് സ്റ്റാളാണെങ്കിലും നല്ല സാധനങ്ങളുണ്ട്. അങ്ങനെ അടുത്ത് നമ്മുടെ കള്ളക്കണ്ണൻ്റെ മണ്ണിലെത്തി, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ. അവിടുന്ന് കുറച്ച് പുറത്തൂടെയൊക്കെ നടന്ന് എല്ലാവരും വന്ന ശേഷം ഞങ്ങൾ ഉള്ളോട്ട് കയറാൻ നോക്കി. പക്ഷേ നല്ല ക്യൂ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പുറകെ കൂടി ഉള്ളിൽ കയറി ദൂരെ നിന്ന് കണ്ണനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കുറേ ഞങ്ങൾ ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ എടുത്തു. കുറച്ച് ഇവിടുത്തെ വീഡിയോ ഞാൻ ഇവിടെ വന്നെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് നല്ല അർമാദിച്ച് വീഡിയോ അങ്ങ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പുറത്തേക്ക് വന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ട്, എന്നും തിരക്കുണ്ടാവുമെന്ന് അറിയാൻ പറ്റി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രൂപം കാണുന്നത്. ഇത് ആരും ട്രോളും ചെയ്യരുത്, ഇതെന്താണെന്ന് അറിയൊന്നുമില്ല. പക്ഷേ ഞാൻ നല്ലോണം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഉള്ളൊരു ലോഡ്ജിൻ്റെ മുമ്പിലുള്ളൊരു ഇതാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയാണോ എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ആരും ട്രോളരുതേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി ഹൈവേൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ ഹൈവേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ഭാഗത്ത് പോകുന്ന ഹൈവേ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വേഗം എത്തുന്നതുകൊണ്ട് നല്ല സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ടെമ്പിളായ കാടാമ്പുഴ എത്തി. കാടാമ്പുഴ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് അതിലൂടെയൊക്കെ പോയി കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഹൈവേ കാണിക്കാൻ വിചാരിച്ചു. ഹൈവേ എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് ഹൈവേ. എന്തായാലും പെട്ടെന്ന് സമാധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്നുണ്ട്. പണ്ട് ആക്സിഡൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട, എൻ്റെ ട്രാക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കോഴിക്കോട് എത്താനായി. ടാറ്റാ, ബൈ ബൈ.